ജമാഅത്തെ ഇസ്ലാമി. അബ്ദുൽ നാസർ മദനിയെ നിങ്ങൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള BS അച്യുതാനന്ദനെ വെട്ടിയിട്ട് കുറ്റിപ്പുറത്ത് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയത്. അബ്ദുൽ നാസർ മദനിയെ സ്വീകരിച്ചത് PDP-യുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത്. നിങ്ങൾ SDP-യുമായി അധികാരം പങ്കിടുന്ന പഞ്ചായത്തുകളുടെ കണക്ക് ഞങ്ങൾ പറയാം. ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഞങ്ങളതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അതിലേക്ക് കടക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യം എനിക്കുണ്ട്, നിങ്ങൾക്ക് കാസയെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാവ് കാസക്കെതിരെ നടത്തിയ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? കാസ എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിനകത്തുള്ള ന്യൂനപക്ഷം, മൈക്രോ ന്യൂനപക്ഷം, മൈനോറിറ്റി, ചെറിയ വിഭാഗം. പക്ഷെ കാസ എന്ന് പറയുന്ന ഈ വിഷത്തിന്റെ സ്വാധീനത്തിനകത്ത് കേരളത്തിലെ ഒരുപാട് പേർ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേർ പാതിരിമാർ പെട്ടുപോയിട്ടുണ്ട്. കാസ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളെ RSSന്റെ ചട്ടുകമായി ഇവിടുത്തെ ക്രിസ്ത്യാനികളിൽ നിന്നും അകറ്റാനുള്ള ഏറ്റവും വിഷം നിറഞ്ഞ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആ കാസയാണ് മുനമ്പത്തെ വിഷയം വഷളാക്കാൻ ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയും മുനമ്പത്തെ പ്രശ്നം തീർക്കുന്നതിനെതിരല്ലാതെ നിൽക്കുമ്പോഴും, ഒരുമിച്ച് നിൽക്കുമ്പോഴും, അവിടുത്തെ വ്യക്തിമേലയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴും ഈ കാസ എന്ന് പറയുന്ന വൃത്തികെട്ട RSSന്റെ കുട്ടികള് ക്രിസ്തീയ സമുദായത്തെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്നു. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾക്ക് ഈ സാധിക്കലി തങ്ങളുടെ മതേതരത്വത്തിനുള്ള വിഷമം കാസയുടെ പ്രശ്നത്തിലില്ലേ? കാസയുടെ വലയിൽ പെട്ടുപോകരുതേ എന്ന് കേരളത്തിലെ ഏതെങ്കിലും ബിഷപ്പുമാരോട് പറഞ്ഞോ? വെറുതെ അവര് പെട്ടുപോയിട്ടല്ല. നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. മുസ്ലിം ലീഗിനോട് പറയുന്നെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്, ശരി. എങ്കിലോ കേരള കോൺഗ്രസോ ഇവിടുത്തെ ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ കേരള കോൺഗ്രസിനോട് കാസയുടെ വലയത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നെന്തേ പിണറായി വിജയൻ പറയാത്തത്? എന്തേ പറയാത്തത്? അപ്പൊ പറയും നിങ്ങൾ എന്താണ് ജോസ് കെ മാണി ഇടതുപക്ഷത്താണ്. വേണ്ട, PJ ജോസഫ് UDF-ല്ലേ? നിങ്ങൾ PJ ജോസഫിനോട് പറയേ കാസയുടെ വലയത്തിൽ പെട്ടുപോകരുത് എന്ന്. എന്താണോ പറയാത്തത്? അപ്പൊ കാസ പ്രശ്നമല്ല. ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് നിന്ന് വരുന്ന ഒരു തീവ്രവാദത്തിന്റെ അപകടകരമായ ലാഞ്ചനകളിൽ സഖാവ് പിണറായി വിജയന് വിഷയമല്ല. എന്നാൽ ഹിന്ദു സമുദായം നമുക്കറിയാം, ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പോലെ തന്നെ പരസ്പരം ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ എങ്ങനെയാണ് മുസ്ലിം സമുദായം ഇവിടുത്തെ മതവർഗീയവാദികളിൽ നിന്ന് കുതറി നിന്ന് ഈ